ഇന്ന് ഒരു സ്പെഷ്യൽ ഡേയാണ്. ഇത് ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ്. ആലുമിനെ ഇങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അറിയില്ല ഇപ്പോൾ എങ്ങനെ ഞാനത് എക്സ്പ്രസ് ചെയ്യാമെന്ന്. ഒരു 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 ഫീൽ ചെയ്യുന്നു അവനെ കൈ കിട്ടിയപ്പോൾ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നാളെ ഇതാപ്പോൾ എനിക്ക് 2 വയസ്സാകുമ്പോഴാണ്. എത്ര പെട്ടെന്ന് വലുതായേ. ഓനുണ്ടായ മുതൽക്ക് ഇതുവരെ ഓൻ്റെ ഓരോ സ്റ്റേജും ലൈക്ക് ഞാൻ അത്രയും എൻജോയ് ചെയ്തേക്കണം. എപ്പോഴും ഓൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എങ്ങോട്ട് പോകാനില്ലാത്തതുകൊണ്ടും ഓൻ്റെ ചെറിയ 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 കാര്യങ്ങൾ പോലും ഞാൻ എപ്പോഴും ഓൻ്റെ കൂടെ ഉണ്ടായിക്കണം. ഇമ്മ ഇങ്ങനെ അവർക്ക് കാലുമ്മൊക്കെ എടുത്ത് ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ പറയും ഉമ്മ ഞാൻ കൊടുത്തോളൂ, ഉമ്മ ഉണ്ടാക്കി തന്നാൽ മതി പറയും. അവർക്ക് ഈ പൊടിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയ ടൈം മുതൽ ഇമ്മ ഉണ്ടാക്കി തരും, ഞാൻ കൊടുക്കും. ഫുള്ള് അവൻ്റെ എല്ലാ കാര്യങ്ങളും ആരും ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒക്കെ എനിക്ക് ചെയ്യാനാണ്. ഞാൻ ഇക്കൊക്കെ ചെയ്തു കൊടുക്കണമെന്നു എനിക്ക്. ഓന് ഫുഡ് കൊടുക്കും, ഓനെ കുളിപ്പിച്ച് കൊടുക്കും, എനിക്ക് നല്ല റെസ്റ്റ് എടുക്കണം. ഞാനൊക്കെ കണ്ണൊക്കെ എഴുതി കൊടുക്കും, ഐബ്രോ എഴുതി കൊടുക്കും. വെറുതെ എല്ലാവരും വന്നിട്ട് എന്നെ ചീത്ത അറിയോ, ഞാൻ ആൺകുട്ടിയല്ല അങ്ങനെ ഒന്നും എഴുതി കൊടുക്കരുത്. എനിക്കറിയില്ല. ഓനിങ്ങനെ ഒരുക്കി കൊടുക്കണം. ഓനിങ്ങനെ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ഉമ്മ അങ്ങനെ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വിളിക്കാം. അപ്പോൾ അങ്ങനെ എന്താ ഇന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഉമ്മ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കത് മാത്രം പറയാനേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഓനങ്ങനെ വിളിക്കണേ. പക്ഷെ എന്നാലും എനിക്കതൊക്കെ ഭയങ്കര പൊലിവായിരുന്നു. എങ്ങനെ ഞാനും ഓനെല്ലാം ഫോട്ടോ ഇടുമ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഉമ്മക്ക് കുറേ മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ട്. മോളുടെ കുട്ടിയാണോ എന്നൊക്കെ. ഞാൻ അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുക, അതെ ഓന് എൻ്റെ കുട്ടിയാണ്. ഇമ്മ ഓന് പാല് കൊടുക്കൽ മാത്രമേ ചെയ്യുള്ളൂ, ബാക്കി എല്ലാ കാര്യം ഞാനാ നോക്കരുതെന്ന് പറയും. എല്ലാവർക്കും അങ്ങനെ എപ്പോഴും. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും കുറേ പേര് ചോദിച്ചു മോളുടെ കുട്ടിയാണോ ചോദിക്കും. അത് എൻ്റെ കുട്ടിയാണെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഓ എൻ്റെ കുട്ടി തന്നെയാണ്. ഉമ്മ പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊരു പ്രശ്നമില്ലേ. അങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചു. എനിക്കിപ്പോഴും മനസ്സിലാവില്ല എന്തിനാ അവരൊക്കെ അങ്ങനെ ചോദിച്ചത്. ഇമ്മ അന്ന് പ്രഗ്നൻ്റാന്ന് അറിഞ്ഞ മുതൽ ഞാൻ ഓരോ ദിവസം വെയിറ്റിംഗ് ചെയ്യുന്നു. എപ്പോഴാണോ അവനെ കിട്ടാൻ ഒരു ഇതിലായിരുന്നു. ആ 9 months ഞാൻ മാത്രമല്ല, ഉപ്പയും സിസ്റ്റേഴ്സും എല്ലാവരും, ഉമ്മയും എല്ലാവരും ഭയങ്കര ഓരോ ദിവസം നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ഒരു സമയം. ഉമ്മക്ക് പെട്ടെന്ന് എന്തെങ്കിലും വയ്യാതാകുമ്പോൾ പോലും നമുക്കെല്ലാവർക്കും ഭയങ്കര പേടി ഇതൊക്കെയായിരുന്നു. എനിക്കന്ന് സ്കൂളിൽ പോകാമെന്ന് പോലും തോന്നിയിരുന്നില്ല. കാരണം എപ്പോഴും ഉമ്മാൻ്റെ കൂടെ നിൽക്കാനാണ് തോന്നിയിരുന്നത്. ഉമ്മാനെ കെയർ ചെയ്യണം, ഉമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത്, ഉമ്മാനെ നല്ല ശ്രദ്ധിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പോൾ ഓനിങ്ങനെ വീട് വിട്ടിക്കുമ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഉമ്മാനെയും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആലുമ്മനെ ഒരു സ്പെഷ്യൽ സോറി എനിക്കെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സോനി അതൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ അവരെ പറഞ്ഞിട്ട് സോനി എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, സോറി. ആലിമ എന്താ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴെങ്കിൽ പറയും ഈ ഐ മിസ് യു ഈ ഐ ലവ് യു ഭയങ്കര വലുതായി. ഞാൻ വിട്ടുന്നപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ പുതിയ ഓരോ വാക്കുകൾ പഠിച്ച് കുറേ വേണ്ടാത്തതും പഠിക്കുന്നുണ്ട്. വേണ്ടാത്തതും ഒക്കെ പറയാൻ തുടങ്ങി. ഓരോന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ ഇവന് ഇത്രയൊക്കെ വലുതായോ എന്തൊക്കെയോ പറയണറിയോ. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് എക്സ്ട്രീം ലെവൽ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഫോണത്തെ ചാർജ് ചെയ്യും കുറേ നേരം വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് എടുക്കും ഡിലീറ്റ് ചെയ്യും ചാർജ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഇങ്ങനെ സൈഡിലേക്ക് മാറുന്നത് ഇങ്ങനെ കുത്തിച്ചിട്ട് ആണ് വീഡിയോ എടുക്കുക. ഞാൻ ഇന്നലെ മുതൽ ഓൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ തിന്നിട്ടില്ല. ഓരോ വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും, നോക്കും, കരിയും.
എന്നിട്ട് അവനെ വിളിക്കും വർത്താനം പറയും റിപ്പീറ്റ്. എന്നിട്ട് ഉമ്മ ഇങ്ങനെ പറയും എന്തിനും ഓരോ കുറേ പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് കരയുന്നത്, എനിക്ക് വേറെ പണിയൊന്നുമില്ല ചോദിക്കും. അറിയാണ്ട് കരഞ്ഞോളൂ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഓനാണെങ്കിൽ വെറുതെ ഇങ്ങനെ കൊണിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുക ചെയ്യും. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു. ഒക്കത്തിനൊരു ഐ മിസ് യു ഇങ്ങനെ പറയും. എന്നിട്ടും ഇങ്ങനെ കരയണ പോലെ കാണിക്കും. ഓൻ തന്നെ ചിരിക്കും. ആ ക്ലിപ്പിന് അതിൽ ആഡ് ചെയ്യുന്നു. തരുമോ? ഇനി പോയ ആരായിരിക്കും ഉണ്ടാവുക? അപ്പം എന്താ ഇത്രക്കുള്ളൂ. ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. കൂടുതലൊന്നും ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഴിയും. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താണ്. ഹാപ്പി ബർത്ത്ഡേ Ani, I love you and I miss you so much. Bye.